കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാ കേട്ടോ. പെട്ടെന്നൊന്ന് തോന്നിയതാ ഞങ്ങൾക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. പോയി കപ്പ ഇവിടെ നമ്മുടെ ഉള്ളി മുറിച്ചിട്ടാണ്. കപ്പ ഇവിടെ കപ്പ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഞങ്ങൾ ഇത് എത്ര kg ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. ഇത്രയും കപ്പയൊക്കെ ഇവിടെ മുറിച്ചിട്ട് റെഡി ആക്കി വെച്ചിട്ട് 3 കപ്പ. പിന്നെ ചിക്കൻ കാണിച്ചത്. ചിക്കനൊക്കെ ഇവിടെ കഴുകി വെച്ചിട്ട് ഉണ്ടാക്കാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഇതിൻ്റെ വ്ളോഗ് ഒന്ന് ചെയ്താലോ എന്ന്. ഞങ്ങൾ ഷാൻജിയോൻ്റെ റെസിപ്പിയൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ടാക്കാം കേട്ടോ. നമ്മളെ നാഫിയാണ് കേട്ടോ കഴുകിയിടുന്നത്. നാഫിനെ കുറിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ നാഫി ആരാന്നൊക്കെ അറിയേണ്ടവർ കമൻറ്റ് ചെയ്യും കേട്ടോ, ആരാ നാഫി എന്നൊക്കെ അറിയണമെങ്കിൽ. അപ്പോൾ നാഫി ടീച്ചറൊക്കെയാണ്, PG എന്തൊക്കെ കഴിഞ്ഞ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു. അവളെ കാണിക്കരുത് എന്ന് അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. MCOM B.Ed ആണ്. പിന്നെ നീറ്റൊക്കെ എഴുതിക്കാൻ ചെറിയ ഉള്ളി ഇങ്ങനെ മുറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ വന്ന് വീഡിയോ എടുത്തതാണ്. ഇനി ഇത് മുറിച്ചിട്ടിട്ട് കാണാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് റസ്സാണ്. പിന്നെ വെളുത്തുള്ളി തോലുള്ളി കേട്ടോ. നല്ല എല്ലാ ഹെൽപ്പും ചെയ്യും. റസ്സാണ് ഇവിടെ കുക്കിങ്ങിനൊക്കെ സായർത്താത്തരെ ഹെൽപ്പ് ചെയ്യാൻ റസ്സാണ് കേട്ടോ. കണ്ടോ അവള് വെളുത്തുള്ളിയൊക്കെ മുറിച്ചിട്ടുന്ന കണ്ടോ ഗൈസ്. ഹായ് പറ ഞാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഷാൻജിയോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കപ്പ സെലക്ട് ചെയ്യുമ്പോൾ നല്ല വെന്ത് ഉടയുന്ന കപ്പ സെലക്ട് ചെയ്യണമെന്ന്. അതേപോലത്തെ കപ്പ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ ചിക്കൻ എന്തുകൊണ്ടാണ് ബീഫ് എടുക്കാതെ ചിക്കൻ എടുത്തതെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ പറയട്ടെ, എൻ്റെ ബീഫ് ഞാൻ കഴിക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ പരിഗണിച്ചിട്ടാണ് കേട്ടോ ഇവരിവിടെ ചിക്കൻ വാങ്ങിച്ചത്. ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടം ബീഫ് വെച്ചിട്ടുള്ള കപ്പ ബിരിയാണിയാണ്. പക്ഷെ എന്നെ പരിഗണിച്ചിട്ടാണ് ഇവർ ചിക്കൻ ആക്കിയത്. കപ്പയിലൊക്കെ വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചതക്കിയതാണ്. ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ജിഞ്ചർ ഗാർലിക് ചതക്കിയതില്ല അതിട്ടിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളി അതേപോലെ പച്ചമുളക് മുറിച്ച് വെച്ചേട്ടോ. സവാള ഇടട്ടെ. സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും ജിഞ്ചറും ഗാർലിക്കും എല്ലാം ഇട്ട് ശേഷം ഉപ്പും ഇട്ട് ഇതൊന്ന് വഴന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ശേഷം പൊടികളെല്ലാം ഇടണം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ഇടുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് ശരിക്കുള്ള അളവുകളൊന്നും പറയുന്നില്ല. നമ്മൾ ഷാൻജിയോൻ്റെ റെസിപ്പി നോക്കി തന്നെ സെയിം ഒന്നല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. 3 ഒരു 6 എടുക്കുക. 2 കിലോ അല്ലേ നമ്മൾ. എരിവ് അധികമായിട്ട്. പിന്നെ ഗരം മസാല അത് നോക്കി നിങ്ങളൊക്കെ ഗരം മസാല കുറച്ച് കുത്തലില്ലേ, നല്ല വീട്ടിലുണ്ടാക്കിയല്ലേ, നിങ്ങളുണ്ടാക്കിയതല്ലേ. ഒരു സ്പൂൺ ഇട്ടില്ലേ. ഇവിടെ വന്നിട്ട് ഗൈസ് അടുക്കളയിലേക്ക് കണ്ടോ ഇവിടുത്തെ പുരുഷന്മാരൊക്കെ എങ്ങനെയാണ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടില്ലേ എന്താ ഹെൽപ്പ്. ഓക്കെ മതി ഇനി മൂടി വെച്ചോ. എന്തോ. അപ്പോൾ ഗൈസ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലുണ്ട് റസ്സുകളെ പിക്ചർ കളർ ചെയ്യുന്ന ബുക്കുമായിട്ട് വന്നിക്കേ. കണ്ടോ അവള് കളർ ചെയ്തതാണ്, ഡ്രസ്സ് കളർ ചെയ്തതാണ്. ആയി അല്ലേ? ആയി ആണോ? ഇത് ആയി ആണോ? അത് ചോദിക്കുക ആയി ആണോന്ന്. രസമുണ്ടോയെന്ന് ചോദിക്കുക കേട്ടോ. രസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അടുത്ത കാണിച്ചു കൊടുക്ക്. തത്തമ്മ. ഇതെന്താ? ലയൺ, സിംഹം എന്നൊന്ന് പറഞ്ഞു നോക്ക്. ഒന്ന് അടുത്ത നോക്കി. അടുത്ത എന്താ? അത്ര 3 ആയിട്ടുള്ളൂ. ഓക്കെ. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. എനിക്ക് വറുത്ത തേങ്ങ വേണം. അടക്ക് ഇത് പിന്നെ വെള്ളം പോട്ടെ. നല്ല അനുസരണയുള്ള ആളാ. വെളിച്ചെണ്ണ വാരി തന്നെ പോലെ വെളിച്ചെണ്ണ അങ്ങ് പറഞ്ഞു. ഇവിടെ വെള്ളം ഉണ്ടോ അല്ലേ എന്നൊന്നും നോക്കിയില്ല.
കണ്ണ് കാണൂലേ? കാഴ്ചക്കുറവുണ്ടോ? ലേശം കുറവുണ്ടല്ലേ? കടുക് കപ്പ റെഡി ആയിട്ടുണ്ട് ഗൈസ്. കപ്പ റെഡിയായി. കടുക് പൊട്ടുന്നത് കടകത്തിൽ വേണം. ഒരു ഗോൾഡൻ കളറാവണം. വരെ നമ്മൾ ഇറക്കി കൊടുക്കണം. ഓക്കെ, വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് ഗൈസ്. ആ വെള്ളം കുറച്ചും കൂടെ വെള്ളം കൂടെ ചോറ് കൂട്ടുന്ന സ്പെഷ്യലിസ്റ്റാണ് നാഫി. കക്കുണ്ടായിരുന്നു. വെന്തുക്കല്ലേ? വെന്തുക്ക് നല്ല ചൂട്, നല്ല വെന്തുക്ക്. കുറച്ച് കുരുമുളക് ഇടാൻ പറഞ്ഞിട്ട്. ഇത്ര കുരുമുളക് അടിപൊളി ബീഫ് കറി ഇടാം. നമ്മൾ ഈ മിക്സിങ് ഒക്കെ ഒരു വെറൈറ്റി ആക്കാം കേട്ടോ ഗൈസ്. നമുക്ക് ഇങ്ങനെ ഉള്ള ഓപ്ഷനേ ഉള്ളൂ. ഇത് കുക്കറിലായത് കൊണ്ട് ഈ ചിക്കൻ കറി ഞങ്ങൾ കപ്പയിലേക്ക് ഒഴിക്കുകയാണോ ചെയ്യാം. ഒഴിച്ചോളൂ ചിക്കൻ കറി. ആ ഫുൾ ഒഴിക്കല്ലേ? എടുത്തില്ലേ? കക്ക എടുത്തില്ലേ? ഓക്കെ, ചൂട് പറക്കുന്നു. ചൂട് മിക്സ് ആക്കണ്ട. ഇനി ഇതിലേക്ക് തേങ്ങ വെക്കണം, എന്നിട്ട് മിക്സ് ആക്കാനാണ്. 2 മിനിറ്റിലാണ്. ആ തേങ്ങ അടിക്കാം. ഞാൻ പിടിച്ചു ചൂടുണ്ട്. ഞാൻ പിടിച്ചോളാം. ഇട്ടോളി. കൊള്ളുന്നോ? നമുക്ക് ഇത് വരച്ചെടുക്കാവോ? ഇത് 2 മിനിറ്റ് അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കണം. എന്നിട്ട് ഇളക്കണം. ഇത് ഇളക്കി കൂട്ടാനാ മതി. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ? പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചോ. കപ്പ ബിരിയാണി ഇവിടെ റെഡിയാക്കി. മിക്സിങ് ഒക്കെ കഴിഞ്ഞു. ചിക്കൻ വെച്ചിട്ടുള്ള ഈ കപ്പ ബിരിയാണി അടിപൊളി, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.